അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഏനമാവ് ബണ്ടിലാണ് കേട്ടോ. ഇത് കാഞ്ഞാണി ചാവക്കാട് റൂട്ടിലാണ് ഈ ഏനമാവ് ബണ്ട് എന്ന് പറഞ്ഞ സംഭവം. ഇത് വേറെ ഒന്നുമല്ല, ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമുക്ക് ഒരു സായാഹ്നമൊക്കെ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്രകൃതി ഭംഗി തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ ബണ്ടിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നമുക്ക് ചെറിയ കാറൊക്കെ ആണെങ്കിൽ ആ ബണ്ടില്ല, അല്ല ഈ കാണുന്ന വരമ്പില്ലേ, ആ വരമ്പിൻ്റെ മുകളിൽ കൂടെ ഇവിടം വരെ ഇങ്ങനെ അങ്ങോട്ട് പോവാം, അവിടം വരെ പോവാം. പിന്നെ ഇവിടെ ചെറിയ നല്ല പക്ഷികളൊക്കെ വന്നിരിക്കും, പലതരം പക്ഷികളൊക്കെ വന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ചിലപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ കിട്ടാറുണ്ട്. ചില കിളികളൊക്കെ ഇങ്ങനെ പടപടപടന്ന് അടിച്ചങ്ങനെ പോണ കാണും, അതൊക്കെ നല്ല രസമാണ്. ഇതാണ് ഏനമാവ് ബണ്ട്. ഇത് ഈ കാണുന്നതാണ് ഏനമാവ് ബണ്ട്. ഇവിടെ വെള്ളം കൂടുമ്പോൾ അവർ ബണ്ട് തുറന്നു വിടാറുണ്ട്. ബണ്ട് തുറക്കാൻ എനിക്ക് തോന്നുന്നു ഷട്ടർ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ചാടി അങ്ങനെ പോവാണ് സംഭവിക്കാറ്. ഇപ്പോൾ റിപ്പയർ ചെയ്തോന്നും അറിയില്ല. അപ്പോൾ അതാണ് ഏനമാവ് ബണ്ട്. പിന്നെ ഈ കെട്ടൊക്കെ അവർ പൊട്ടിക്കും മഴക്കാലമാകുമ്പോൾ. ഈ കെട്ട് പൊട്ടിച്ചിട്ട് വെള്ളം വിടും. ഇതിപ്പോൾ വെള്ളം തടുത്ത് നിർത്തിയേക്കാണ് ഇവിടെ. അപ്പോൾ അതിന് നമുക്ക് അപ്പുറം കുറച്ച് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പാർക്കുണ്ട്. ആ പാർക്ക് ഒരു 6 മണി 7 മണി വരെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സ്ഥലങ്ങളൊക്കെ കാണാം. അല്ല, ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതവിടെ പക്ഷി പോകണമൊക്കെ കണ്ടോ, ആ പക്ഷികൾ പോകുന്നുണ്ടോ, അത് കിളികൾ പോകണുണ്ട്. അതുപോലെ പല തരം കിളികളവിടെ കാണാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇവിടെ ഒരു ഫോട്ടോ കിട്ടുമോ നോക്കട്ടെ. ഫോട്ടോ കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ബണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് നേരത്തെ കാണിച്ചിട്ട് ഈ ഭാഗമാണ്. ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഭാഗം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഭാഗത്ത് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ആൾക്കാർ മീൻ പിടിക്കാറുണ്ട് ഈ ഭാഗത്തേക്ക്. ചൂണ്ടറിഞ്ഞിട്ട് മീൻ പിടിക്കാറുണ്ട്. അവർക്ക് അവിടെ വഞ്ചിയിൽ മീൻ പിടിക്കുന്നുണ്ട്. ഈ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഷട്ടറിൻ്റെ ഉള്ളിൽ വെള്ളം പോയാൽ ഇവിടേക്ക് അങ്ങനെ അധികം ആരും കിടത്താറില്ല. അത് മഴക്കാലത്ത് മാത്രമേ സംഭവിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ശാന്തസുന്ദരമായ സ്ഥലമാണ് ഇവിടെ ഉണ്ടാവാറ്. പിന്നെ അവിടെ ഒരു പാർക്കുണ്ട് ആ സൈഡിൽ. അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലം അവിടെ ഉണ്ട്. നമ്മളെ നല്ല ഡേഞ്ചറസ് റോഡിലാണ് നിൽക്കുന്നത്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഒരു സൈഡിൽ നോക്കി അവിടെ കാണിച്ചെടുക്കും ബോട്ടിംഗ്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. അപ്പം അത് നിസ്സാര പൈസ ഉള്ളത് തോന്നുന്നു. 500 രൂപ 150 രൂപയ്ക്കൊക്കെ പല റേഞ്ചിലുള്ള ബോട്ടുകളുണ്ട് അവിടെ. ആ ബോട്ട് നമുക്ക് കറങ്ങാനുള്ളൊരു അവസരം കൂടി ഒരു തരുന്നുണ്ട്. ബണ്ടാണെങ്കിലും TN പ്രതാപൻ്റെ നോട്ടീസാണ് ഇവിടെ മുഴുവൻ നോട്ടീസ് വെച്ചേക്കുന്നത്. അവിടെ നിന്ന് TN പ്രതാപൻ്റെ നോട്ടീസ് ഒട്ടിച്ചത്. അതെന്തിനാണെന്ന് മനസ്സിലായില്ല. ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലത്തെ ഒരു ഡാമുണ്ട്. പക്ഷേ ഇത് വർക്കിംഗ് ആണെന്ന് അറിയില്ല. ഇത് കണ്ടിട്ട് വർക്ക് ചെയ്യണ പോലെ തോന്നുന്നില്ല. കുറേ വേസ്റ്റ് കുപ്പികളും ബോട്ടിന് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങളായിരിക്കും. അവർ പോയതിനു ശേഷം പിന്നെ അങ്ങനെ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. മുകളിൽ കൂടെ വേണമെങ്കിൽ നടക്കാനുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നടന്നു.
ഇതാണ് ആ പാർക്ക്, ചെറിയ പാർക്ക്. അല്ലാതെ ഇതൊരു ടിക്കറ്റ് ഉണ്ട്. അധികം പൈസയൊന്നുമില്ല. ഫോട്ടോഗ്രാഫിക്ക് 200 രൂപ. എത്ര മണി വരെ ഉണ്ട്? 9 മണി തൊട്ട് 8:30 വരെ ഉണ്ട്. ഒരുപാട് സമയമുണ്ടല്ലോ. ഇവിടെ തന്നെയാണ് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഇതാണ് പാർക്ക്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ചെറിയ പാർക്കില്ല. അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ചെറിയ ഊഞ്ഞാല്. ഇല്ല ഞങ്ങൾ പോവാണ്. ഊഞ്ഞാലുണ്ട്. പിന്നെ എന്താണ് സൈഡ്, അതിൻ്റെ പേരൊക്കെ പറഞ്ഞു. സ്ലൈഡ് ആണ്. പോവാം. ഇവിടുന്ന് ഈ പുഴയുണ്ട്. ഈ പുഴ family.